വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7th സെമിസ്റ്റർ ഫാർമസി പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിൽ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി? ഫോർമുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് പബ്ലിക്കേഷനെയാണ് ഫോർമുലറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽസിൽ ഫാർമസ്യൂട്ടിക്കൽ ഏജൻസും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതാണ് ഹോസ്പിറ്റൽ ഫോർമുലറി. ഇനി അതിലെ കണ്ടൻസും പർപ്പസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻസും അതിൻ്റെ ആൻസിലറി ഇൻഫോർമേഷൻ ആയിട്ടുള്ള ടോക്സിസിറ്റി, അൺവാണ്ടഡ് സൈഡ് എഫക്ട്സ്, ബെനിഫിഷ്യൽ എഫക്ട്സ്, ഇതൊക്കെയാണ് ഈ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഡ്രഗ്സ്, അതായത് മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് സേഫ് ഇൻ പേഷ്യൻ്റ് കെയർ ബൈ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് കെയറിന് വേണ്ടിയിട്ട് മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇനി അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക്സ് കമ്മിറ്റി, അതായത് PTC, അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മെഡിക്കൽ സ്റ്റാഫാണ് മെഡിക്കൽ ഏജൻസിനെയും അതിൻ്റെ ഡോസേജ് ഫോംസിനെയൊക്കെ സെലക്ട് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതും. ഈ സെലക്ഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? പേഷ്യൻ്റ് കെയറിലെ സേഫ്റ്റിയും യൂസ്ഫുൾനെസ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെലക്ഷൻ നടക്കുന്നത്. ഇനി അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സിൻ്റെ പ്രൊക്യൂർമെൻറ്റിന്, അതുപോലെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനും ഡിസ്പെൻസ് ചെയ്യുന്നതിനും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡ്രഗ്സിന് നോൺ പ്രൊപ്രിയേറ്ററി, അതായത് ജനറിക് നെയിംസ് വെച്ചിട്ടോ ബ്രാൻഡ് നെയിംസ് വെച്ചിട്ടൊക്കെ അതിൻ്റെ അവൈലബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് ഡ്രഗ്സിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ പോളിസിയും പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും, അതേപോലെ ഡ്രഗ് യൂസും പേഷ്യൻ്റ് സേഫ്റ്റീനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഇൻഫോർമേഷൻസിനെ പറ്റിയിട്ടും ഒരു അറിവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽ ഫോർമുലറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീഷണർക്ക് അപ്രൂവ്ഡ് ആൻഡ് എഫക്റ്റീവ് മെഡിസിൻസിനെ പറ്റിയിട്ടുള്ള നോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡ്രഗ്സിൻ്റെ ഇൻവെൻട്രി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊക്യൂർമെൻറ്റും ഇൻവെൻട്രി മാനേജ്മെൻറ്റും ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് മെഡിസിൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി അഷ്വറൻസ് ഇംപ്രൂവ് ചെയ്തിട്ട് ഡിസ്പെൻസിങ്ങിനെ ഈസി ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ സ്റ്റാഫ്സിനും നഴ്സസിനും സ്റ്റുഡൻസിനും റെസിഡൻസിനും ഒക്കെ മെഡിക്കേഷൻസിനെ പറ്റിയിട്ട് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറാഷണൽ ഡ്രഗ് കോമ്പിനേഷൻസിനെ എലിമിനേറ്റ് ചെയ്തിട്ട് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിൻ്റെ ബെറ്റർ മാനേജ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഹോസ്പിറ്റൽ ഫോർമുലറിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിസ്ക്രൈബേഴ്സിന്, അതായത് ഇപ്പോൾ ഫിസിഷ്യൻസിന് അവരുടേതായിട്ടുള്ള ചോയ്സിന് ഡ്രഗ്സിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പോൾ ഫാർമസിസ്റ്റ് ഈ ഒരു ഫോർമുലറി പ്രിപ്പറേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫീരിയർ ക്വാളിറ്റി ഡ്രഗ്സ് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കണ്ടൻസ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലറി. അപ്പോൾ കണ്ടൻസ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലറി ഒക്കെ ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി എഴുതുക. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക്സ് കമ്മിറ്റിയാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതാണ് നമ്മൾ ഈ റൂൾസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് പറയുക. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഫോർമുലറി ഉള്ളത്? ഡ്രഗ്സിൻ്റെ യൂസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രിസ്ക്രൈബേഴ്സിലോട്ട് ഡ്രഗ് ഇൻഫോർമേഷന് അക്യുറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലെ മെയിൻ പാർട്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ആണ് ഇൻഫോർമേഷൻ ഓൺ ഡ്രഗ് പ്രൊഡക്റ്റ്. അത് കോർ സെക്ഷനാണ്. അതായത് ഡ്രഗ് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അത് എന്തൊക്കെയാവാം? ജനറിക് നെയിം ആവാം, അല്ലെങ്കിൽ ബേസിക് ഡ്രഗിൻ്റെ പേരാവാം, അല്ലെങ്കിൽ കോമൺ നെയിമോ ബ്രാൻഡ് നെയിമോ ആവാം, ഡോസേജ് ഫോം, സ്ട്രെങ്ത്, പാക്കേജിങ്, പിന്നെ വേരിയസ് ഏജ് ഗ്രൂപ്പ്സിന് പ്രകാരമുള്ള റെക്കമെൻഡഡ് ഡോസസ്, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ്, ഇതൊക്കെ ആവാം ഈ ഇൻഫോർമേഷൻ ഓൺ ഡ്രഗ് പ്രൊഡക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത പാർട്ടാണ് ഇൻഫോർമേഷൻ ഓൺ ഹോസ്പിറ്റൽ പോളിസി ആൻഡ് പ്രൊസീജിയർ. ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള പോളിസീസും റെസ്ട്രിക്ഷൻസും, അതേപോലെ PTCൻ്റെ റെസ്പോൺസിബിലിറ്റീസും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ, പിന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലും ഡിസ്പെൻസ് ചെയ്യുന്നതിലും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിലൊക്കെ ഹോസ്പിറ്റൽസിന് കുറച്ച് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഡ്രഗ് ഓർഡറിനും ഇൻവെസ്റ്റിഗേഷണൽ ഡ്രഗ് യൂസിനും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ കുറച്ച് റൂൾസ് ഉണ്ട്. അതേപോലെ എമർജൻസി ഡ്രഗ് പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ്, ഇതൊക്കെയാണ് ഇൻഫോർമേഷൻ ഓൺ ഹോസ്പിറ്റൽ പോളിസി ആൻഡ് പ്രൊസീജിയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ ഫാർമസി ഓപ്പറേഷൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ്
പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഔട്ട് പേഷ്യൻ്റെ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇൻ പേഷ്യൻ്റ് എങ്ങനെ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എങ്ങനെ ലേബൽ ചെയ്യണം, പാക്കേജ് ചെയ്യണം, അതിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും, എങ്ങനെയാണ് ഫോമുലറി യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെ അതിൽ ഹോസ്പിറ്റൽ ഫോമുലറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ് ഇൻഫോർമേഷൻ ഓൺ ഹോസ്പിറ്റൽ പോളിസി ആൻഡ് പ്രൊസീജിയർ. അടുത്തത് സ്പെഷ്യൽ ഇൻഫോർമേഷൻ ആണ്. അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള റെഫറൻസ് ഡാറ്റ ഒക്കെയാണ് ഇതിലുള്ളത്. ഒന്ന് അപ്രൂവ്ഡ്, ഹോസ്പിറ്റലിന് അപ്രൂവ് ചെയ്തിട്ടുള്ള അബ്രിവിയേഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ സിമിലർ ഡ്രഗ്സിൻ്റെ ഇക്വാലന്റ് ഡോസസ്, പീഡിയാട്രിക് ഡോസ് കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻസും, ഷുഗർ ഫ്രീ ഡ്രഗ്സിൻ്റെ ലിസ്റ്റ്, മെട്രിക് കൺവേർഷൻ ടേബിൾ, പോയ്സൺ കൺട്രോൾ ഇൻഫോർമേഷൻ, ഡ്രഗ് ഇൻട്രാക്ഷൻ ടേബിൾസ്, ഇതൊക്കെയാണ് സ്പെഷ്യൽ ഇൻഫോർമേഷൻസിൽ വരുന്നത്. അപ്പോൾ കണ്ടൻസ് എന്തൊക്കെയാണ് വരുന്നത്? മെയിൻ പാർട്സ് ആയിട്ട് 3 ഇൻഫോർമേഷൻ ഓൺ ഡ്രഗ് പ്രൊഡക്ട്സും, ഇൻഫോർമേഷൻ ഓൺ ഹോസ്പിറ്റൽ പോളിസി ആൻഡ് പ്രൊസീജിയറും, സ്പെഷ്യൽ ഇൻഫോർമേഷനും. അടുത്തത് ഈ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിൻ്റെ പ്രിപ്പറേഷനാണ്. എങ്ങനെ ഹോസ്പിറ്റൽ ഫോർമുലറിനെ പ്രിപ്പയർ ചെയ്യാം? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക്സ് കമ്മിറ്റീൻ്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കാം. ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഉണ്ട്. അവരാണ് ഏത് മെറ്റീരിയൽ, ഏത് ഡ്രഗ്, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഏതാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഫോർമുലറിയിൽ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയാണ്. പിന്നെ ഫാർമസിസ്റ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോർമുലറിനെ കമ്പൈൽ ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫാർമസിസ്റ്റിൻ്റെ റോള്. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വിഷ്വലി അത് പ്ലീസിങ് ആയിരിക്കണം, നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന, അതേപോലെ പ്രൊഫഷണൽ ആയിരിക്കണം. പിന്നെ പ്രിസ്ക്രിപ്ഷൻ്റെ റൈറ്റിംഗ് ഗൈഡ് ലൈൻസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യണം, ഡയഗ്നോസ്റ്റിക് റിയേജൻസ് എങ്ങനെ യൂസ് ചെയ്യുക, അതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഫാർമസ്യൂട്ടിക്കൽ ക്ലാസിഫിക്കേഷൻസും പോയ്സൺസും അതിൻ്റെ ആൻറ്റിഡോട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഡിസ്ട്രിബ്യൂഷനാണ്. ഈ ഫോർമുലറിൻ്റെ കോപ്പീസ് എന്ന് പറയുമ്പോൾ ഓരോ ഫാർമസിസ്റ്റിനും ഓരോ കോപ്പീസ് കൊടുത്തിരിക്കണം. അതേപോലെ ഹെഡ് ഓഫ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനും നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഹോസ്പിറ്റൽ ഫോർമുലറിൻ്റെ ഒരു കോപ്പി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഇനി ടിപ്പിക്കൽ സ്ട്രക്ചർ ആൻഡ് കണ്ടൻസ് ആണ്. ഫ്രണ്ട് മാറ്റർ ഉണ്ടായിരിക്കണം, അതായത് ടൈറ്റിൽ പേജ്, പിന്നെ PTC മെമ്പേഴ്സിൻ്റെ പേരും ടൈറ്റിലും, പിന്നെ ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാവണം. ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അതിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഡ്രഗ് ഇൻഫോർമേഷൻസ്, അതായത് ഡ്രഗിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സിൻ്റെ ഇൻഫോർമേഷൻസും, പിന്നെ ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. അതായത് പേഷ്യൻറ്റ് കൗൺസിലിംഗ് ഇൻഫോർമേഷൻസ്, ADR റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ്, പീഡിയാട്രിക് പേഷ്യൻസിൻ്റെ കാര്യം, അതേപോലെ പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സ്പെഷ്യൽ കൺസിഡറേഷൻസ്, ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസിൽ വരുന്നത്, ഗൈഡൻസിൽ വരുന്നത്. പിന്നെ അപ്പൻഡിസസ് ഉണ്ട്, അതായത് ലിസ്റ്റ് ഓഫ് അബ്രിവിയേഷൻസ്, പിന്നെ ഫോർമുലറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡ്രഗ്സിൻ്റെയും ലിസ്റ്റ്, ജനറൽ ആയിട്ടുള്ള ഡ്രഗ് അഡ്വൈസ്, ഇതൊക്കെയാണ് അതിൽ വരുന്ന മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ ഫോർമുലറിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ആദ്യം PTCൻ്റെ റെസ്പോൺസിബിലിറ്റിയും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചറും കണ്ടൻസുമാണ് പറഞ്ഞത്. ഇനി അടുത്ത ഒരു 2 മാർക്കിന് സ്ഥിരമായിട്ട് ഒരുവിധം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഹോസ്പിറ്റൽ ഫോർമുലറിയും ഡ്രഗ് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മതി ഓരോ ഫീച്ചേഴ്സായിട്ട്. ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡ്രഗ്സിനെ ലിസ്റ്റ് ചെയ്യുന്നത് ജനറിക് നെയിമിലായിരിക്കും. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫുൾ ഡീറ്റെയിൽസ്, അതായത് സ്ട്രെങ്ത്, ഫോം, ഫാർമക്കോളജി, ടോക്സിക്കോളജി, റെക്കമെൻഡഡ് ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഡ്രഗ് ലിസ്റ്റിലാണോ? ജനറിക് നെയിമിൽ തന്നെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രെങ്ത്തും ഫോമും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി പ്രിപ്പറേഷൻ ആണെങ്കിൽ ഹോസ്പിറ്റൽ ഫോർമുലറി പ്രിപ്പയർ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ തന്നെ ക്ലിനിക്കൽ സ്റ്റാഫ് ആയിരിക്കും, ലോക്കൽ നീഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ ഡ്രഗ് ലിസ്റ്റ് ആണെങ്കിലോ അത് നാഷണൽ എക്സ്പേർട്സ്, അല്ലെങ്കിൽ ഒന്നുകിൽ ക്ലിനിക്കൻസ് ആവാം, ഫാർമക്കോളജിസ്റ്റോ ഫാർമസിസ്റ്റോ ഒക്കെ ആയിരിക്കും. ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് നാഷണൽ എക്സ്പേർട്സ് ആണ് ഡ്രഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് സൈസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഫോർമുലറി കോമ്പാക്റ്റ് ആണ്, കൺവീനിയൻറ്റ് സൈസ് ആണ്. ഡ്രഗ് ലിസ്റ്റ് ആണെങ്കിൽ ലാർജ് സൈസ്ഡ് ഡോക്യുമെൻ്റ് ആണ്. അപ്ഡേറ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഡ്രഗ്സിനെ വേണമെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഡ്രഗ് ലിസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ അഡീഷൻസും ഡിലീഷൻസും ഒക്കെ കുറച്ച് കുറവായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ എക്സ്റ്റെൻസീവ് ക്ലിനിക്കൽ സേഫ്റ്റി ആൻഡ് യൂസേജ് ഇൻഫോർമേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഡ്രഗ് ലിസ്റ്റിലാണെങ്കിൽ ആ ലിസ്റ്റിൻ്റെ പേരും ബേസിക് ഡ്രഗ് ഡാറ്റ മാത്രമാണ് കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ. ഇതാണ് ഹോസ്പിറ്റൽ ഫോർമുലറിയും ഡ്രഗ് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് റിവിഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫോർമുലറി. ഈ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഏതെങ്കിലും ഒരു ഡ്രഗിൻ്റെ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഡിസിഷൻ ആണ്. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി മീറ്റിംഗ്സ് വെച്ചിട്ട് അതിലാണ് ഇതിന് സ്പെഷ്യലൈസ്ഡ് എക്സ്പേർട്സ് ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും. അതിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിൻ്റെ റിവിഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്.
ആനുവൽ റിവിഷൻ നെസസറി ആണ്. കാരണം ഡ്രഗ് പ്രൊഡക്ട്സിൽ വരുന്ന ചേഞ്ച്, ചില ഡ്രഗ്സ് മാർക്കറ്റിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും, ഹോസ്പിറ്റൽ പോളിസിയിൽ ചേഞ്ചസ് വരുന്നുണ്ടാവും. ഇതൊക്കെ കാരണം ആനുവൽ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡ്രഗ് ആഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിനോ മുൻപ് മെഡിക്കൽ സ്റ്റാഫിനോട് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഈ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമുലറീൻ്റെ ബാക്കിൽ തന്നെ ഒരു സപ്ലിമെൻറ്റ് ഷീറ്റ് അറ്റാച്ച് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, ഓരോ എഡിഷനും കവർ ഡിഫറെൻറ്റ് കളറിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിവിഷൻ്റെ സമയത്ത് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും കോസ്റ്റ് ബെനിഫിറ്റൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇനി എങ്ങനെ അഡീഷൻ അല്ലെങ്കിൽ ഡിലീഷൻ ചെയ്യാം, അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയസ്. ആ ഡ്രഗ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഒന്നുകിൽ ഫാർമകോപ്പിയിലോ നാഷണൽ ഫോർമുലറിയിലോ ഉള്ളതായിരിക്കണം. എക്സ്റ്റാബ്ലിഷ്ഡ് തെറാപ്യൂട്ടിക് എഫിക്കസി ഉള്ള ഡ്രഗ്സ് മാത്രമാണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഡ്രഗ്സിന് എന്താണ്, ക്ലിനിക്കൽ വാല്യൂന്ന്, ലോക്കൽ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യന് ക്ലിനിക്കൽ വാല്യൂവിന് എന്തുണ്ടായിരിക്കണം, അപ്രൂവൽ ഉണ്ടായിരിക്കണം. പിന്നെ അതൊരു ലൈസൻസ്ഡ് കമ്പനി വേണം മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഒരു ഗുഡ് റെക്കോർഡ് അതിനുണ്ടായിരിക്കണം. നോൺ കമ്പോസിഷൻ ഉള്ള പ്രിപ്പറേഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. സീക്രട്ട് കമ്പോസിഷൻസ് ഉള്ള പ്രിപ്പറേഷൻസ് ആണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പാടില്ല. പിന്നെ മൾട്ടിപ്പിൾ ഇൻഗ്രീഡിയൻറ്റ് പ്രൊഡക്ട്സ് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല. ഏത് കേസസിൽ, ഇപ്പോൾ ഒരു സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഡ്രഗ് നമുക്കൊരു തെറാപ്യൂട്ടിക് എഫക്റ്റ് തരുന്നുണ്ട്, അതേ സെയിം എഫക്റ്റ് തന്നെ മൾട്ടിപ്പിൾ ഇൻഗ്രീഡിയൻറ്റ് പ്രൊഡക്ട്സ് നമുക്ക് തരുന്നുണ്ടെങ്കിലും ആ മൾട്ടിപ്പിൾ ഇൻഗ്രീഡിയൻറ്റ് പ്രൊഡക്ട്സിനെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം ഒരു സിംഗിൾ ഡ്രഗ് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് എന്ത്, റിവിഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫോർമുലറി. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ എന്തൊക്കെയാണ് നോക്കിയത്, എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി, അതിലുള്ള കണ്ടൻസും പർപ്പസും സെലക്ഷൻ പ്രോസസ്സ്, ഫങ്ഷൻസ്, പ്രൈമറി ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, പിന്നെ അതിലുള്ള കണ്ടൻസ് മെയിൻ 3 പാർട്ടാക്കിയിട്ട് നോക്കി. പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫോർമുലറി, ഡിഫറൻസ് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ഫോർമുലറി ആൻഡ് ഡ്രഗ് ലിസ്റ്റും, റിവിഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫോർമുലറി. ഇതിൽ പ്രിപ്പറേഷൻ ആൻഡ് റിവിഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫോർമുലറി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടൻസും ചോദിക്കാറുണ്ട്. എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി, ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ഫോർമുലറി ആൻഡ് ഡ്രഗ് ലിസ്റ്റ്, ഇതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്, മിസ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ പഠിക്കാൻ. ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.